അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വിച്ചർപ്പളശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് 91 സെൻറ്റ് സ്ഥലം, നല്ലൊരു അടിപൊളി മന, ഓപ്പൺ കിണർ, വെള്ളം ഇഷ്ടം പോലെ, ഫ്രണ്ടിലാണെങ്കിൽ നല്ല സീനറിയുള്ള നല്ല പാടശേഖരം, അതുപോലെ തന്നെ മനകളുടെ നാട് പറയാം, തൊട്ടപ്പുറത്തൊരു മന കേട്ടോ. അപ്പോൾ അങ്ങനെ മനകളുടെ നാട്ടിലുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊറ്റ എന്ന് പറയുന്ന സ്ഥലമാണ്. പൊറ്റ അതായത് നമ്മുടെ കുത്തിരിപ്പാടം മസ്ജിദിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളെ അവതരിപ്പിച്ച് തരും. അപ്പോൾ അതൊക്കെ ഫുള്ള് ശ്രദ്ധിച്ച് കേട്ടോളിട്ടാ. 91 സെൻറ്റ് സ്ഥലം ഇതുമ്പോൾ ടാറിങ് റോഡ് സൈഡിൽ നിന്ന് മാത്രമല്ല, 2 സൈഡ് റോഡാണ്. ഫ്രണ്ട് ഗേറ്റ് മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. ബാക്കിൽ റോഡുണ്ട്, ബസ് റൂട്ടുണ്ട്, ടാറിങ് റോഡുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണണം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി ബാക്ക് ഭാഗം എടുക്കാൻ അറിയുകൾ അതൊന്ന് കണ്ടു വയ്ക്കുക. അതൊരു മുതലാണ് ഇൻഷാ അല്ലാ. ഇതിൻ്റെ വിലയാണെങ്കിലോ വളരെ കുറവാണ്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. കാരണം ആദ്യം തന്നെ വില പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോഴേ നിങ്ങൾ പെട്ടെന്ന് ഓടി ഒന്ന് വാങ്ങുകയുള്ളൂ. അപ്പോൾ മെല്ലെ കണ്ടിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. നല്ല പഴയ തറവാട് വീട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പുത്തിരിപ്പാടം ജുമാ മസ്ജിദിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം ഒരു 100-150 മീറ്ററേ ഉള്ളൂ കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. പുത്തിരിപ്പാടം ജുമാ മസ്ജിദ് ഈ ഭാഗത്ത് കിടക്കുന്നു. മറുവശത്ത് കാളിയ റോഡ് മക്കാമ് കിടക്കുന്നു. 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പഴയന്നൂർ ടൗണ്, മറ്റുള്ള ടൗണുകൾ ഇവിടെ കിടക്കുന്നു. പുതുക്കോട് പഞ്ചായത്തിൽ ഇതാ ഈ വണ്ടി നിൽക്കുന്ന, എൻ്റെ വണ്ടി നിൽക്കുന്ന ഈ റോഡൊന്ന് അങ്ങനെ 3 സൈഡ് റോഡുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ബാക്കിൽ വേറെ റോഡുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ പ്രോപ്പർട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, നല്ല നല്ല VIP വീടുകൾ, ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്ന വീടുകൾ, മനയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതിൻ്റെ വിലപ്പം തന്നെയാണ് പറയാം. കാരണം എന്താ പറയുക, നിങ്ങൾ വെറുതെ വേജാറായി കിടക്കൊന്നും വേണ്ട കേട്ടോ. കണ്ടോളി, കാണാനുള്ള മോഡലുണ്ട്. അതിനുള്ള മോഡൽ നിങ്ങൾ നോക്കി. ഒരു സൈഡ് സ്ഥലത്തിലൂടെ 2 ലക്ഷം റുപ്യ വില ഉണ്ട്. പക്ഷേ നമ്മൾ ഒന്നിച്ചാൽ കൊടുക്കുമ്പോൾ 1,25,00,000 റുപ്യക്ക് നിങ്ങൾക്കാണ് കിട്ടാൻ പോവുകയാണ്. ഇനി 5-10 സെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ 1 സെൻറ്റ് ഭൂമി പോലും നിങ്ങളുടെ വേസ്റ്റ് ആവില്ല. കാരണം വഴിക്ക് സ്ഥലം വേണ്ട, ഒന്നും വേണ്ട. 4 വീടുകളുണ്ട്, ഫ്രണ്ടിലൊക്കെ വീടുകളുണ്ട്. ഇത് കാണിച്ചു ഫ്രണ്ടിലെ വീടുകളൊക്കെ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് കേട്ടോ. അത് കാണിച്ചു മസ്ജിദ് കാര്യങ്ങൾ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. അതുവരെ ഫ്രണ്ടേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിലൊക്കെ ഞാൻ അവിടെ വീടുകൾ ഇങ്ങോട്ട് എടുക്കുന്നത് കാണിച്ചു കൊടുക്കും. ഈ വീടുകളൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഏരിയ. ഇവിടെ വെറുതെ അല്ല 2-2.5 സെൻറ്റിന് വില കേട്ടോ. കേട്ടോ, നല്ല VIP വീട്, നല്ല ഏരിയയാണ്. പ്രിയപ്പെട്ട ഹബീബികളെ വാങ്ങിക്കോളിട്ടില്ലേ. സെൻറ്റ് 2.5 റുപ്യ കിട്ടുമ്പോൾ യാതൊരു സംശയമില്ല. ഞാൻ 2 പ്രതീക്ഷിച്ചത്, അന്വേഷിച്ചപ്പോൾ 2 വില പറയണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ, അപ്പോൾ പുത്തിരിപ്പാടം മസ്ജിദ് ഇവിടെ അടുത്താണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് പറഞ്ഞാൽ ഇവിടെ മുറിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സെൻറ്റിന് 2 ലക്ഷം റുപ്യ കിട്ടും. ഒരു സെൻറ്റിൻ്റെ വിലയാണ് 2 ലക്ഷം റുപ്യ അവിടെ മുറിച്ച് കൊടുത്താൽ കിട്ടും. നിങ്ങൾക്ക് ഈ വീടുണ്ട് വാങ്ങിയിട്ടേ എന്ത് ചെയ്യണ്ടേ, വീടും അതിൻ്റേതായിട്ടുള്ള ഒരു 10-20 സെൻറ്റ് സ്ഥലം അങ്ങനെ ഇടുക. ബാക്കി ഇങ്ങനെ തുണ്ട് അലുവ പോലെ ഇങ്ങനെ മുറിച്ച് വിൽക്കുക. കാരണം എന്താണെന്ന് അറിയോ, 3 സൈഡ് റോഡാണ് ഹബീബിങ്ങളെ. 2 ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം ഇവിടെ വിൽക്കാം. ഇവിടെ നമുക്ക് ഇതിനാകെ വില വരുന്നത് എത്രയെന്ന് അറിയുന്നത്, 1,25,00,000 മൊത്തം വരുന്നത്. 91 സെൻറ്റ് സ്ഥലമുണ്ട്. 1,25,00,000, 1.5 കോടിയൊക്കെയാണ് ഇവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ 1.25 കോടിയിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കിണർ, വെള്ളം ഫുള്ളായിട്ട് കാണുക കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഹബീബികൾ 3 സൈഡ് റോഡുണ്ട് ഇട്ടില്ലേ. ഇത് തൊഴുത്താണ്, പഴയ കാലത്തെ തൊഴുത്താണ്. അറിയാം ഹബീബികൾ, ഇങ്ങനെ സെൻട്രൽ ഇങ്ങനെ 4 പുറം വീട്, പള്ളി, മദ്രസ, സ്കൂൾ, അമ്പലം തുടങ്ങി എല്ലാ വിഭാഗവും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം. മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു തുണ്ട് ഭൂമി നിങ്ങൾ വഴിക്ക് വിടണ്ട. കാരണം ഫുള്ള് ഫ്രണ്ടേജാണ് 3 സൈഡും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എവിടെ നിന്ന് നോക്കിയേക്കാണ് ഇതിൻ്റെ ഒരു മുതൽക്കൂട്ട്. ബാക്ക് സൈഡാണ് ഇത് കേട്ടോ. ഇത് പഴയ കാലത്ത് ബാക്ക് സൈഡാണ്. ഇപ്പോൾ ഇതിന് ഫ്രണ്ടും ആക്കാം ബാക്കും ആക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് റോഡൊക്കെ നല്ല ഇതുകൊണ്ടേ, പഴയ കാലത്ത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം നോക്കിയിട്ടാണ് വീട് കയറ്റുക. അതുകൊണ്ട് ഫ്രണ്ട് അപ്പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ കണ്ട് ഫ്രണ്ട്, ഇത് ബാക്ക് കണ്ടില്ലെങ്കിൽ ഈ വീടിൻ്റെ ഇടുപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇനി അത് അപ്പുറത്തൊക്കെ ഉണ്ട്. ഇതുണ്ട് വറക് വര കാര്യങ്ങൾ എല്ലാം ഉണ്ട് കണ്ട. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം. പറഞ്ഞിട്ട് കാര്യമില്ല, ടാറിങ് റോഡാണ് അറിയങ്ങൾ. അതേമാതിരി 3 സൈഡ് റോഡാണ്. ഇത് പഴയ കാലത്ത് തൊഴുത്താണ് കേട്ടോ. ഇതിലിപ്പോൾ എന്താ പറയുക, തൊഴുത്തിൽ ആളില്ലാത്തതുകൊണ്ടാണ്, ഇവിടെ ആൾ നോക്കാൻ ആളില്ല, അതുകൊണ്ടാണ് വിൽക്കുന്നത്. ഈ സ്ഥലം തന്നെ വിൽക്കുന്നത്. ഇതിൽ ഒരുപാട് തെങ്ങ്, മാവ്, പ്ലാവ്, അതേപോലെ തന്നെ തേക്കും കുഴ തുടങ്ങി നല്ല ഉണ്ട്. അതേമാതിരി തെങ്ങൊക്കെ നോക്കിയാൽ നല്ല കായ്ഫലയുടെ തെങ്ങാണ്. തെങ്ങ് കാണിച്ചു കൊടുത്തടാ. കാരണം 4 പുറം വീടുകൾ, ടാറിങ് റോഡ്, 3 സൈഡ് റോഡാണ്. 5-10 സെൻറ്റ് ആവശ്യക്കാർക്ക് ഇങ്ങനെ മുറിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് 1.25 ലക്ഷം റുപ്യ ഉണ്ട്. 1.60, 1.75 വിലയാണ് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ. അതൊന്നും നമ്മളിപ്പോൾ ഈ പാർട്ടിക്ക് കൊടുക്കണ്ട. ഈ വീടിൻ്റെ ബാക്ക് കണ്ടില്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള വീട് കണ്ടില്ലേ. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടാക്കി ഇങ്ങോട്ട്. കാരണം ഇങ്ങോട്ട് വഴി വെച്ച്, കാരണം ഗേറ്റൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങോട്ടാക്കി. അതേപോലത്തെ 2 ഫ്രണ്ടേജുള്ള വീടാണ്. അതായത് കിബിലത്തിനെ എന്ന് പറയില്ലേ, അതേമാതിരിയാണ്. കിബിലത്തിനെ എന്ന് പറഞ്ഞ മാതിരിയാണ്. 2 ഭാഗത്തേക്കാണ് മുഖം. മാത്രമല്ല അതാ ഹബീബികൾ കാണണം കേട്ടോ. നല്ല നിരപ്പായ സ്ഥലം, അതുപോലെ തന്നെ 3 സൈഡ് റോഡ്, 91 സെൻറ്റ് സ്ഥലം. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പുത്തിരിപ്പാടം ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് കേട്ടാ. എന്താ ഹബീബികളെ കണ്ടെങ്കിൽ
വിലയിലാണെങ്കിൽ വളരെ കുറവ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ മാതിരി ഇത് വലിയ വിലയൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടങ്ങനെ വിചാരിക്കും 90 സെൻറ്റ് 91 സെൻറ്റാണല്ലോ സെൻറ്റിന് 1.5 ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും, മന ഉൾപ്പെടെ. അതൊന്നുമില്ല കേട്ടോ. ഒരു 1.25 ഉറുപ്പ്യൊക്കെ നമുക്ക് കലമ്പേനി വരും. എന്തായാലും നോക്കി വെക്കുക. നമുക്ക് എന്താ പറയുക, ഡയറക്റ്റ് ഓണറായിട്ട് നമ്മൾ ആ മുട്ടിച്ച് തരും. നിങ്ങൾ ചെയ്യാം, നമുക്ക് 1% കമ്മീഷൻ തരാം. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും. അപ്പുറത്തെ മന കാണിച്ചു കൊടുക്കും, ഈ റോഡിൻ്റെ അപ്പുറത്തുള്ളത് ആ റോഡ് കാണിച്ചു കൊടുക്കും, ആ ഗേറ്റ് വെച്ച റോഡൊന്ന് കാണിച്ചു കൊടുക്കുക, ആ മന കാണിച്ചു കൊടുക്കുക, ഗേറ്റ് കാണിച്ചു കൊടുക്കുക. നോക്കിയേക്കാണ് നിങ്ങൾ പ്രിയപ്പെട്ട ഹബീബികളെ. ഇവിടെ ഇല്ലേ മാവും മനയും കിടക്കുന്നത്, ഇഷ്ടംപോലെ മനകൾ. ഇതുണ്ട് ഓപ്പൺ കിണർ, ഇഷ്ടംപോലെ വെള്ളം, വലിയ കിണർ. എത്ര വെട്ടായി കിണറെന്നറിയാം. പഴയ കാലത്തൊക്കെ കിണർ ഇങ്ങനെ കുഴിച്ചാൽ നല്ല വെട്ടുവല്ലുണ്ടായിരിക്കും. നമുക്ക് നോക്കിയൊക്കെ കിണറിൻ്റെ ഉൾഭാഗം നോക്കുക, ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കെട്ടി വെച്ച് കിട്ടും, അവിടെ ഇപ്പോൾ അത് അയക്കില്ല. എന്താ സൂപ്പർ കിണർ, മാഷാല്ലാ മാഷാല്ലാ. ആണോ എന്താണ് വെള്ളം, ഇഷ്ടംപോലെ വെള്ളം. പഴയ കാലത്തെ കപ്പി, കോരള കപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ട സ്ഥലങ്ങൾ ഇതാ ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ, ഇപ്പം എന്താ ഫുള്ള് കാണിച്ചു കൊടുക്കാൻ കുറേ സമയമാണ്. നമുക്ക് ഒരു പകുതി മുക്കാലും കാണിച്ചു കൊടുക്കുക. ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്താൽ അവിടേക്കൊക്കെ നമ്മുടെ സ്ഥലമുണ്ട് കേട്ടോ. 91 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതാണ് ഈ അടുക്കളപ്പുറം. കണ്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട ഹബീബികളെ, ഈ വീടിൻ്റെ ഇവിടുന്ന് നോക്കിക്കാണി വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ ഒരു ഭംഗി നോക്കിക്കാണി. പഴയ മന എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ പത്തായവും കാര്യങ്ങളൊക്കെ ഉള്ള മന. ഞാൻ അതിൻ്റെ ഉള്ളിലങ്ങോട്ട് കയറണം, ഉള്ളിൽ കയറി എന്തോ തണുപ്പെന്നറിയാം, നമ്മളുടെ AC ഇട്ടുള്ള മാതിരി തോന്നും. പിന്നെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടന്ന കേട്ടോ. ഏതൊക്കെ പിക്ചറിൻ്റെ ഓർമ്മ പേര് എനിക്കറിയില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറണം. എന്താ കൂളിംഗ് എന്ന് പറയുന്നത്. പത്തായപ്പരുണ്ട്, ഇതിൽ ബെഡ്റൂമാണെങ്കിൽ വലിയ വലിയ ബെഡ്റൂമുണ്ട് കേട്ടോ. ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്ന വീടും കൂടി അത്. അല്ലെങ്കിൽ ഏതൊക്കെ പടങ്ങളാണെന്ന് എനിക്ക് അറിയില്ലേ. അത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ പടം കണ്ടു കഴിഞ്ഞാലും യൂട്യൂബിലോ അതിൽ കഴിഞ്ഞാൽ ആ പടം കണ്ടാൽ മതിയല്ലോ. പടം കണ്ടു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാം അറിയാലോ. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. എന്താ മരം കണ്ടങ്ങൾ. ആ മരമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഒരു ചെതലുണ്ടാവില്ല ഇങ്ങനത്തെ മരമുള്ള വീട്ടിൽ കണ്ടങ്ങൾ കേട്ടോ. സാധാരണ വെക്കണ പനടി ഇതിൻ്റെ കഴുക്കൊന്നുമല്ല, നല്ല മരത്തിൻ്റെ കഴുക്കൊല വെച്ചിരിക്കണേ. അതാണ് ഇതിൽ ചെതൽ പിടിക്കാത്തത് കണ്ടോ. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എന്താ തറവാട് വീടിൻ്റെ ഒരു മഹിമ, ഒരു മനയുടെ മഹിമ. എത്ര പേർക്ക് ഇരിക്കാം. പഴയ കാലത്തൊക്കെ ഇവിടെ ഇങ്ങനെ ചാരുകാസാല ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും കാരണന്മാർ. ഇപ്പം ആര് ചാരുകാസാലെന്ന്, ഇപ്പം ചാരുകാസാല എങ്ങനത്താന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. എന്നാലല്ലേ ഇപ്പോൾ ഇരിക്കുക കണ്ടോ. ഇവിടെ ഇങ്ങനെ കാരണവർ ഇങ്ങനെ മരത്തുണ്ടാവും, ചാരുകാസാലയൊക്കെ ഇട്ടിട്ട് ആരാ വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരൂ ഇരിക്കൂ എന്ന് പറയുന്ന തറവാട്ടുകാരുടെ വീടാണിത് കേട്ടോ. വന്നോളൂ ഇരുന്നോളൂ പറഞ്ഞ് മാത്രമല്ല, ഇരുന്ന് കഴിഞ്ഞ ഈ തറവാട്ടുകാർക്ക് ഒരു സംഭാരം വെള്ളം കൊടുക്കലുണ്ട്. മനസ്സിലായോ? അത് എന്തോ ഒരു ടേസ്റ്റാന്ന് പറയുക. പഴയ കാലത്ത് നാരങ്ങടയിലൊക്കെ ഇട്ടിട്ട് സംഭാര വെള്ളം കൊടുക്കും. ഇതുപോലുള്ള തറവാട് വീടുകളിൽ നിന്നാണ് കിട്ടുക. ഇതാണ് പത്തായപ്പര. ഇതിവിടെ പൊളിച്ച് കിട്ടുന്നത് പത്തായപ്പരയാണ്. ഇതിൽ ലൈറ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് കണ്ടോ. ആ മരം കാണിച്ചു കൊടുത്താൽ ഈ മരമൊക്കെ എന്താ പരമാവധി കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ എന്തെങ്കിലും ലൈറ്റില്ല, ബൾബില്ലെങ്കിൽ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വലിയൊരു പത്തായപ്പരയാണ് ഇതിൽ. അതുപോലെ തന്നെ അതൊരു ഓഫീസ് റൂമാണ്. അപ്പോൾ നമ്മൾ തുറക്കുന്നില്ല കേട്ടോ. ഓഫീസ് റൂമാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതേ വലുപ്പത്തിൽ തന്നെ, വലിയ വലുപ്പത്തിലാണ്. അതുപോലെ തന്നെ ഇനിയാണ് നമ്മുടെ തറവാട്ടിൻ്റെ ഉള്ളിൽ കയറി കടത്താം. ഇപ്പം നമ്മൾ സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുള്ളൂ കണ്ടോ. നാരായണ കേട്ടോ. തറവാടിൻ്റെ മഹിമ അല്ലെങ്കിൽ ഇത് ഏത് സിനിമയിലാന്ന് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരട്ടെ. നിങ്ങൾ ആ സിനിമ നോക്കിയായി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇഞ്ഞാണ് ഡോറ് തുറന്നത്, ഇഞ്ഞാണ് കാണാനുള്ള മുതൽ. ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട്. എല്ലാ കട്ടലയും അതിലും പഴയത് കാണണം. സംയുക്ത വർമ്മ സിനിമയിൽ അഭിനയിച്ച വീടാണിത് കേട്ടോ. ഒരു കുറച്ച് സമയം ഇതിൽ താമസിച്ചിട്ടുണ്ടാവും ഷൂട്ടിംഗ് നടക്കുള്ളൂ. കാരണം നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മരങ്ങൾ കാണിച്ചു കൊടുക്കുക. ഈ മരങ്ങൾ കണ്ടോ, ഒരു ചെതല എന്തെങ്കിലും അത് കാണണ്ടേ. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കണ്ടോ. നെൽമണി കണ്ടോ, എന്താ അത് കണ്ടോ. ഇങ്ങനെ വരുന്ന വലിയൊരു വരാന്ത. ഇനി മാത്രമല്ല, നമുക്ക് ഇനി ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. കണ്ടോ ബെഡ്റൂം സൗകര്യങ്ങൾ. ഇതല്ലേ, ഇതാണ് ബെഡ്റൂം. ഇത് തന്നെ ഇവിടെ ബാത്റൂം സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ മരങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ എന്താ ഈ മരങ്ങൾ കൊടുത്താൽ കിട്ടൂല ഈ പറഞ്ഞ പൈസ. നോക്കിയേക്കാണെങ്കിൽ ആ മരത്തിൻ്റെ വണ്ണം കാരണം ഇതോ നോക്കിയേക്കി. അതേപോലെ തന്നെ ഇതാടാ തൽക്കാലം ഇവിടെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് കൊടുക്കണം എന്താ വെച്ചാൽ ഇത് നോക്കി നടത്താൻ ആളില്ലാത്തതിൻ്റെ പേരിലാണ്. അല്ലാതെ വീട് മോശമായിട്ടോ വീട് ചതിരി പൊളിച്ചിട്ടോ പഴയ വീടായിട്ടല്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 2 ആന കുത്തുകൂടിയാൽ ചുമരിനൊന്നും പറ്റൂല കേട്ടോ. 2 ആനകൾ കൊടുത്തോളി. 2 ആന കുത്തുകൂടിയ ചുമരിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ഞാൻ ഏത് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ്. മരം ഇനി മുകൾക്കൊക്കെ പോകാണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുക ഇങ്ങോട്ട് വരി. ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ കണ്ടെങ്കിൽ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇനിയാണ് പൂങ്കാവനം കാണാനുള്ളത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള തട്ടൊക്കെ ഇട്ടിട്ട് കണ്ടെങ്കിൽ ഇവിടെയും തട്ടിട്ട് വലിയ ഹാള്. ഈ ആണോ
ഇതിങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല തട്ടൊക്കെ ഇട്ടിട്ട് കണ്ടില്ലെങ്കിൽ കേട്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ. പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം. ഈ മരത്തിൻ്റെ വണ്ണം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഒരു മരം അങ്ങനെ കൊടുന്ന് വെച്ചിരിക്കുകയാണെ. ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു റൂമുണ്ട്, ഡ്രസ്സിങ് റൂം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഡ്രസ്സിങ് റൂം അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കുക കേട്ടോ. മേശിൻ്റെ ഒക്കെ ഇട്ടിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ചെറിയൊരു റൂം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഇതൊക്കെ ഒന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഞാൻ ഇരിക്കണതിൻ്റെ മുകളിൽ കണ്ടില്ലേ നെൽക്കതിര് കണ്ടില്ലേ, എന്താ അതിങ്ങനെ സുന്ദരമായിട്ടിരിക്കുക. അപ്പോൾ ഇത് വീട് മോശം ഉണ്ടായിട്ട് മറ്റുള്ള ഉണ്ടായിട്ടല്ല വെക്കുന്നത്, നോക്കി നടത്താൻ ആളില്ല കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ വന്നോളി. ഇതിൻ്റെ വില പറയണത് മൊത്തത്തിൽ 1.25 കോടി പകുതിയിൽ വില പറയാൻ 1,25,00,000. ഞാൻ എപ്പോഴാണ് വില പറയാമെന്ന് ആർക്കും തീരുമാനമെടുക്കാൻ പറ്റില്ല. 1.25 കോടി. അപ്പോൾ അതാണ് പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഞാൻ അവസാനത്ത് വേറെ കാര്യം പറയുന്നുണ്ട്, സസ്പെൻസായി വെച്ചിരിക്കുക, അത് പിന്നെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ എന്താണ് അമ്മി കുട്ടി കേട്ടോ. ഈ അമ്മിക്കുട്ടി ഉണ്ടെങ്കിൽ ഇതും ഇങ്ങനെ അരക്കും, ഇങ്ങനെ അരക്കും. ഇപ്പൊ എന്താണെന്ന് അറിയോ, ഇതും അങ്ങനെ അരച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള മക്കളുണ്ടല്ലോ, ആ മക്കൾ നല്ല രീതിയിൽ വളർന്നായിരുന്നു. ഇതാ ഈ ഭാഗം കാണിച്ചു കൊടുക്കുക. അതെന്താ വളരാൻ കാരണം എന്നറിയോ, അന്ന് നമ്മുടെ സഹോദരിമാര് ഗർഭിണികളായ സ്ത്രീകള് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ മുളകും കേട്ടോ, മല്ലിമുളകും മഞ്ഞൾ കൊത്തമ്പാലി അമ്മിമ്മലിട്ടേട്ട് നീട്ടിയരച്ചോവർ ആ പാട്ടും പാടിയിട്ട് ഇങ്ങനെ പാടും. അതേപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഈ സൗണ്ടിൽ ഇങ്ങനെ ഗർഭിണിയായ കുട്ടി വളരുമ്പോൾ ആ കുട്ടി താളം കൊണ്ടിട്ടാണ് വളരണേ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികളോ മിക്സി ഇടുന്നു, ഒറ്റ ചാട്ടം. അതേപോലെ തന്നെ കുട്ടികളെ ഒറ്റ ചാട്ടണം അപ്പുറത്തേക്ക്. ഇപ്പൊ മിക്സിയുടെ സൗണ്ട് പറയാ. പണ്ട് ഇതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ ഗർഭിണിയായ സ്ത്രീകള് നമ്മുടെ സഹോദരിമാര് നടന്നിരുന്നത്. അപ്പൊ ഈ താളം കേട്ടാൽ നല്ലൊരു താളം കിട്ടിയിരുന്നു. ഇപ്പോഴത്തെ താളം മിക്സിയാണ്, എന്നാണ് പറയും. അതുപോലെ തന്നെ ഈ ആറ്റൽ ഇതിന്റെ സൗണ്ട് ഇടാ, ഈ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാര് അതുപോലെ തന്നെ നമ്മുടെ വല്യമ്മമാരൊക്കെ പ്രസവിച്ചിരുന്ന നല്ല താളം കിട്ടിയിരുന്നു. ഇപ്പോൾ ഉള്ളവർക്കുള്ള താളല്ലേ മിക്സിയിലെങ്ങനെയാണ് ഒരു സ്വിച്ച് ഇടുക, ഒറ്റ ഓട്ടാണ്. അതേപോലെ ഇപ്പോഴത്തെ മക്കൾ ഓടുന്നത് കഞ്ചാവിന് ഓടുക, മറ്റുള്ളതിന് ഓടുക, ലഹരിക്ക് ഓടുക കേട്ടോ. ഇല്ല പോന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ അമ്മി ഇതൊക്കെ കാണിച്ചു തന്നു. ഇനി ഇങ്ങോട്ട് വരേണ്ടിട്ടാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇപ്പം എന്താ ചെയ്യണത്, ഇപ്പൊ മോട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ വെള്ളം ടാങ്കിൽ കയറുകയാണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, അവർക്ക് ഡോക്ടറെ ചെല്ലാൻ പോകണം കേട്ടോ. ഇതിങ്ങനെ കോരണം കേട്ടോ. ഇങ്ങനെ ബക്കറ്റിൻ്റെ ആരോട്ടിട്ട് ഇങ്ങനെ കോരുമ്പോൾ ഈ കപ്പിക്കൊരു സൗണ്ട് വരാനുണ്ട്. ആ സൗണ്ട് വരുമ്പോൾ എന്താണെന്നറിയോ, എക്സസൈസ് ആയി കേട്ടോ. ഇപ്പോഴത്തെ സ്ത്രീകൾക്കോ എക്സസൈസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവര് ആ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്താൽ സൂപ്പർ വെള്ളം അല്ലേ. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എക്സസൈസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവര് രാവിലെ ഇങ്ങനെ ഓടുകയാണ്, എക്സസൈസ് അവിടെ. എന്തിനാ അതിന്റെ ആവശ്യം? നല്ല അലക്കല്ലും അലക്കുക, അതേപോലെ തന്നെ അമ്മിമട്ട് അരക്കുക, അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്തെ സ്ത്രീകൾക്ക് യാതൊരു അസുഖം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മാക്ക് വല്യമ്മക്ക് അതുപോലെ തന്നെ എൻ്റെ ഉമ്മയുടെ പ്രായമുള്ളവര് വല്യമ്മാന്റെ പ്രായമുള്ളവര് പഴയ കാലത്തെ സ്ത്രീകൾ ഒരു 30 വർഷം മുമ്പുള്ള സ്ത്രീകൾക്ക് ഒരു കേടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ത്രീകൾക്കോ ഒരു ബക്കറ്റ് വെള്ളം കോരിക്കഴിഞ്ഞാൽ ഉളുക്കി, അല്ലെങ്കിൽ ഒരു കറണ്ട് പോയാൽ ക്ഷീണിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ നേരെ മേലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ആ മേലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഇനിയും ഇതിന്റെ മുകളിൽ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഹാളാണ്. അതുപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പൊ നമുക്ക് വലിയൊരു ബെഡ്റൂമിൽ കിടക്കാം. പഴയ കാലത്തുള്ള ബെഡ്റൂം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹബീബിങ്ങളെ? ഇതാ ആ മരങ്ങൾ കാണിച്ചു കൊടുക്ക്. വലിയ വലിയ മരങ്ങളാണ് ഹബീബിങ്ങളെ. കാണണം കേട്ടോ. പഴയ കാലത്തുള്ള കട്ടിലുകളാണിത്. അതുപോലെ തന്നെ മഞ്ചയാണ് ഇത് കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഇതിലാണ് സാധനങ്ങൾ വെക്കല്. നമ്മുടെ പ്രമാണങ്ങൾ കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ നമ്മുടെ കാരണന്മാര് പൂർവികന്മാര് വെച്ചിരുന്ന പെട്ടിയാണ് ഇത്. അവന്റെ പ്രിയപ്പെട്ട ഹബീബികൾ നോക്കണം, ഈ തറവാടിന് എത്ര പഴക്കുണ്ടാവും എന്നുള്ളത്. എത്രയോ വർഷം പഴക്കമുള്ളത് എത്രയെന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് വെയിൻഡപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അവന്റെ പ്രിയപ്പെട്ട ഹബീബികളെ വലിയ ബെഡ്റൂം കഴിഞ്ഞു. ഇനി നമുക്ക് വലിയൊരു ബെഡ്റൂമുകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കേട്ടോ. മാഷാ അല്ലാഹ് കേട്ടോ, വലിയൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നല്ല സീനറി. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? അതാണ് റോഡ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ബെഡ്റൂമിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് ഇങ്ങനെ കാണാം, വളരെ വിശാലമായിട്ട് കാണാം. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം, വലിയൊരു ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെക്കാളും വലിയൊരു ബെഡ്റൂം. അതുപോലെ തന്നെ പഴയ കാലത്ത് നമുക്ക് ഇത് കാണിച്ചെടുത്ത ഈ ബാത്റൂം പഴയ കാലത്തുള്ള ബാത്റൂമാണ് കേട്ടോ. ഇപ്പോഴത്തെ യൂറോപ്യൻ ക്ലോസറ്റും ഇതൊക്കെ വരല് തുടങ്ങിയത് ഇത് പഴയ കാലത്തുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ ജനല്,
ഹബീബിങ്ങളെ കണ്ടില്ലേ ഇതാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ എന്തെങ്കിലുമൊക്കെ അതായത് വെക്കാന്നറിയോ നമുക്ക് ഈ തലവേദനക്കുള്ള വിക്സോ ടൈഗറാമോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് കേട്ടോ. കസാല കണ്ടല്ലോ, പഴയ കാരണന്മാരുടെ കസാല. ഇതാണ് ഞാൻ ആ പറഞ്ഞ കസാല എന്ന് പറഞ്ഞില്ലേ, ആ കസാലയാണ് ഇത്. പക്ഷെ ഇത് ഇരിക്കാൻ ആളില്ല കേട്ടോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഇതാണ് മുകൾ ഭാഗം. ഇതാ ഇവിടെയും തട്ടാണ് ഇതാണോ. അത് കാണിച്ചു കൊടുത്താ ആ മുകൾ ഭാഗം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുക. അവിടെ അടച്ചിട്ട് കിട്ടാം മച്ചാണ്, പണ്ടത്തെ കാലത്ത് നെല്ലൊക്കെട്ടായിരുന്നു അവിടെയാണ്. അതൊന്ന് കാണിച്ചു കൊടുക്ക്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ മച്ച് കാണണം ഇതാണോ. നമ്മൾ അതിന്റെ മുകളിൽ തന്നെ കയറുന്നില്ല, കാരണം എന്താ ഒരുപാട് കയറാണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ചാനൽ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കണ്ടില്ലേ, 91 സെന്റ് സ്ഥലം. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. മാവാണ് കൂടുതൽ, തെങ്ങുകൾ ഒട്ടനവധി, നോക്കാൻ ആളില്ല വളപ്പിൽ. ആ തെങ്ങിന്റെ ചോടൊന്ന് കൊത്തിക്കളക്കാനോ ഒന്ന് നനച്ചു കൊടുക്കാൻ ഒരാളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് വിൽക്കുന്നത്. പ്രിയപ്പെട്ട ഹബീബികളെ 3 സൈഡ് റോഡാണ്. ഒരു സൈഡ് ടാറിംഗ് റോഡും 2 സൈഡ് പഞ്ചായത്ത് റോഡും. ഇതിന്ന് 5-10 സെന്റ് നിങ്ങൾക്ക് മുറിച്ചു കൊടുക്കേണ്ട ആൾക്കാർക്കും വാങ്ങാം. കാരണം ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 1.25-2 കുറഞ്ഞിട്ട് ഇവിടെ ഭൂമി കിട്ടൂല ഈ റോഡ് സൈഡിൽ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഒരു സെന്റ് ഭൂമി പോലും നിങ്ങൾക്ക് വഴിക്ക് നഷ്ടാവില്ല, കാരണം 3 സൈഡ് റോഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ബാക്ക് വശമാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. പഴയ കാലം ഇപ്പോൾ ഫ്രണ്ട് വശം കൂടി ആക്കി സൗകര്യം ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ 2 ഭാഗമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റോഡിലേക്ക് മുഖം ഇങ്ങോട്ട് വരും, അപ്പുറത്ത് ആ റോഡ് ആ സൈഡും റോഡുണ്ട്, മണ്ണ റോഡാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം വേറൊരു പോയിന്റ് ഇതിൽ എന്താ പറയുക, ഫുള്ള് നിരന്ന സ്ഥലമാണ്, ഒരു കുന്നോ ചെരുവോ മറ്റൊന്നുമില്ല. അപ്പോൾ 5 സെന്റ് ഇങ്ങനെ അലുവ തുണ്ട് കൊടുക്കും പോലെ ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്താൽ 2 ലക്ഷം ഉറുപ്പിക കിട്ടും. അപ്പോൾ 91 സെന്റ് സ്ഥലത്തിന് ഇതിനൊക്കെ പാടെ വില പറയണ എത്ര, 1.25 കോടിയാണ്. 1.25 കോടി ഈ മനക്ക്. ഒരു 1.5 പറഞ്ഞിട്ടുണ്ടായി വന്നപ്പോൾ. പക്ഷേ നമുക്ക് എന്താ പറയുക, നമുക്കിത് വിൽക്കണമല്ലോ. അപ്പോൾ ഒരു ഇത് എടുക്കുന്നവർ ആരെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് റീസെയിൽ വേണമല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടണ്ടേ. അത് കണക്കാക്കിയിട്ട് 1.25 കോടിയാണ് നമ്മൾ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട്. നിങ്ങൾ തരേണ്ടത് നമുക്ക് 1% കമ്മീഷനാണ് വാങ്ങുന്നവർ. ഇത് വീടിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് കൊടുക്കുകയല്ല. 80-90 കൊല്ലം പഴക്കമുള്ള വീടാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴക്കം വീടിൻ്റെ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. 15 ഇഞ്ച് വണ്ണ ചുമര്, 15 ഇഞ്ച് വണ്ണം ഒരു ചുമരിൻ്റെ വണ്ണാണ്. പഴയ വെട്ടുകല്ലാണ്, നല്ല കല്ലാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയണത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്ന വീടാണ്. ഏതൊക്കെ പറയുന്നത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല സിനിമയുടെ പേരില്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാ ഈ തൊഴുത്ത് കണ്ടില്ലേ, നല്ല കരിങ്കല്ല് കൊണ്ട് കണ്ടില്ലെങ്കിൽ ആ കരിങ്കല്ല് ഏതുവരെ കെട്ടിക്കണ നോക്കിയാൽ. അപ്പോൾ ഇതിൽ പശുക്കളൊന്നും ഇപ്പം ഇല്ല, അതുകൊണ്ടാണ് പിന്നെ അതൊന്നും നോക്കാത്തത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് മനയാണ്, നമ്മൾ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇതിൻ്റെ വിലയാണ് പറഞ്ഞത് 1.25 കോടി. 91 സെന്റ് സ്ഥലം. 90 സെന്റ് സ്ഥലം എന്തായാലും ഉണ്ടാവും, 1 സെന്റ് ബിഡിങ്ങൾ. 90 സെന്റ് സ്ഥലവും പേർക്കും ഞാൻ പറയുന്നത് 1.25 കോടി. 1.25 കോടി. എൻ്റെ പ്രിയപ്പെട്ട അഭികൾ അമ്മാനെ കണ്ടില്ല, അമ്മാരി സാധനം, പട്ടപ്പൻ സാധനമാണ്. ഇൻഷാ അല്ലാഹ് സ്ഥലത്തിനോട് 2 റുപ്യ സെൻറ്റിന് വില ഉണ്ടില്ല. ആ കണക്ക് കൂട്ടുകയാണെങ്കിൽ 1.80, 1.90 വീട് വേറെയുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടണ്ട. ഇപ്പോൾ അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ട് ഈ വില ഇട്ടിക്കണ്. ഈ വിലക്കുള്ളവർ മാത്രം വിളിച്ചാൽ മതി. വെറുതെ നിങ്ങൾ വിളിച്ചിട്ട് എൻ്റെ സമയം നിങ്ങളുടെ സമയം കളയണ്ട. കാരണം എനിക്ക് ഒരുപാട് ഭാഗത്ത് നിന്ന്, എറണാകുളം ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും മലപ്പുറം ഭാഗത്തുനിന്നൊക്കെ വിളിക്കലുണ്ട്. അപ്പോൾ ഇതിൽ വില നെഗോഷ്യബിൾ ചെയ്യാനാണ് നിങ്ങൾ വിളിക്കണ്ട. വലിയ നെഗോഷ്യബിൾ ഒന്നും വരില്ല. പിന്നെ ഒരു ബിസിനസ് ആയതിനെ പറ്റി എന്തെങ്കിലും ചെറിയ രൂപത്തിൽ എന്തെങ്കിലും 4-5 മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കാതെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ നമ്മളെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതേവിടെ പുതുക്കോട് പഞ്ചായത്തിലാണ്, പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുത്തിരിപ്പാടം മസ്ജിദ്, അതുപോലെ തന്നെ കാളിയറോഡ് മസ്ജിദ്, കാളിയറോഡ് പള്ളിയൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അതുപോലെ അധികം ദൂരമൊന്നുമില്ല, തൃശ്ശൂർ ജില്ലയുടെ അടുത്താണ്, നമ്മുടെ ചേലക്കര പഴയൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുമ്പോൾ ഹബീബി ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് വരാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു 6-ാം തീയതി ഏപ്രിൽ 6-ന് പട്ടാമ്പേരി നമ്മുടെ ഭൂമി ചന്ത ബിരിയാണി ചെമ്പ് കളമ്പിയിട്ട് 5 സെന്റ് 10 സെന്റ് വെറും 70,000 റുപ്യക്കാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം കൊടുക്കുന്നത്. നേരെ 6-ാം തീയതി നേരെ അങ്ങോട്ട് വന്നോളിട്ടാ പട്ടാമ്പിക്ക്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും മായസലാമ.